ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയക്ക് ഈ ചരട് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം കേട്ടോ. എന്നാൽ ഈ സമയം ദയ ആണെങ്കിലോ വല്ലാതെ പേടിച്ചിരിക്കുന്നു കേട്ടോ. ഇതേ സമയം അമ്പിളിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത് ആ തമ്പായി പറഞ്ഞ കാര്യം, നന്ദുവിൻ്റെ മരണം അത് ആരോ തള്ളിത്താഴെയിട്ടെന്ന, അതുകൊണ്ട് തന്നെ ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് എന്നാ സത്യം പറഞ്ഞത് കേട്ടോ. എന്നാൽ ഈ സമയം ഈശ്വര അതെന്താണെന്ന് അറിയാം, അയ്യോ എൻ്റെ രഘുവേട്ടനെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് മുറ്റത്തോട്ട് ഓടി പോകണം കേട്ടോ. എന്നാൽ ഈ സമയം ദയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ദയ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുമ്പോൾ അവിടെ അനുപമയും ചീരും പറയണേ, എടി ഇനി പേടിക്കുന്നത് പോലെയൊന്നും ഇനി ഉണ്ടാവില്ല, ഇനി അവൻ നിനക്ക് മുന്നിൽ വരില്ല എന്ന് പറയുമ്പോൾ ദയ പറയണ, അവൻ എനിക്ക് മുന്നിൽ വരാൻ പാടില്ല, അതാണ് എൻ്റെയും ആവശ്യം എന്നിങ്ങനെ ദയയും പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം രഘു ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ രഘുട്ടാ എന്ന് പറഞ്ഞ് അമ്പിളി അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അമ്പിളിയെ എന്തായാലും നാക്കടുപ്പിക്കണം എന്ന് കരുതി തന്നെയാണ് രഘു നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താണ് ഇനി കുറേ നേരമായാലും ആംഗ്യ ഭാഷയും അതും ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്, എന്താണ് നിനക്ക് എന്നോട് ഇത്ര വല്ലാതെ പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രഘുവിനോട് അമ്പിളി പറയണേ, അതെ അയാൾ പറഞ്ഞേ കേട്ടില്ലേ, ആ തമ്പായി പറഞ്ഞത് കേട്ടില്ലേ, എന്താ അയാൾ പറഞ്ഞത്, അത് ആ നന്ദുവിൻ്റെ മരണം അയാൾ മരിച്ചതല്ലാന്ന് ആരോ തള്ളി താഴെയിട്ടതാന്ന് അയാൾ അങ്ങനെയൊക്കെ പറയും എന്ന് വെച്ച് നീ ഇപ്പോൾ ഇതെന്തിനാ കുത്തിപ്പൊക്കുന്നത് എൻ്റെ രഘുവേട്ടൻ, നിങ്ങളാണോ അയാളെ അതിൽ നിന്ന് തള്ളി താഴെയിട്ടത്, എടി നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇനി കുത്തിപ്പൊക്കാൻ നിൽക്കേണ്ട, നിൻ്റെ വായിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് അതിൻ്റെ പിറകിലുള്ള കേസ് പിന്നെയും കുത്തിപ്പൊക്കും, പിന്നെ ഞാൻ ജയിലിൽ പോയി കിടക്കുന്നത് നിനക്ക് കാണണോ, അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾ ഇത് പറ, നിങ്ങളാണോ ചെയ്തിട്ടുള്ളത് എന്നോട് പറ എന്ന് പറയുമ്പോൾ, എടി ഞാൻ ചെയ്തില്ല എന്നുള്ള നിരപരാധിത്വം എനിക്ക് മുന്നിൽ അന്ന് തെളിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ വീണ്ടും ഇത് ചോദിക്കുന്നത്, നീ നിൻ്റെ നാവ് അടക്കി ജീവിച്ചാൽ ഞാൻ ജയിലിൽ പോവാതെ ഇവിടെ നിൻ്റെ മുന്നിലുണ്ടാവും എന്ന് പറയുമ്പോൾ അമ്പിളിക്ക് സമാധാനം കിട്ടില്ല കേട്ടോ. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് രഘു അങ്ങ് പോവാണ്. പിന്നീട് രഘു പോകുന്നത് ദാസിൻ്റെ അരികിലോട്ടാണ്. എന്നാൽ ഈ സമയം അമ്പിളിക്കാണെങ്കിലോ ഈശ്വര ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്ന് പറയുമ്പോൾ അമ്പിളിയാണെങ്കിലോ അമ്പിളിയെ ഇങ്ങനെ ലീല വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ലീല ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ അത് അമ്പിളിയെ അറിയുന്നില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ ഇവിടെ ലീല മാറി നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ രഘു ദാസിൻ്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ദാസിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ദാസ് പറയാണ്, എൻ്റെ രഘു അത് കൈവിട്ട കളിയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അത് തന്നെയാണ് എൻ്റെയും പേടി, ആ ഇൻഷുറൻസ് കടലാസ് വന്നതിൻ്റെ ഫോട്ടോ അവൻ എൻ്റെ മൊബൈലിൽ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അമ്പിളി എന്ന് പറയാൻ കേട്ടോ. അത് കയ്യിൽ കിട്ടിയത് ആപത്താണല്ലോ, അത് വെച്ച് അവൻ എന്ത് കളിയോ അവൻ കളിക്കും, വിനയനാണ് ആള്, വിനയൻ്റെ കുബുദ്ധിയും തന്ത്രങ്ങളും എപ്പോഴാണ് പുറത്തു വരിക എന്നറിയില്ല, അവൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും തിരിഞ്ഞു കൊത്തും, അത്രയും വലിയ വിഷപ്പാമ്പാണ് അവൻ എന്നിങ്ങനെ ദാസ് പറയുമ്പോൾ അത് തന്നെയാണ് എൻ്റെയും പേടി എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം നന്ദുവിനെ ഇന്നലെ പ്രേതമായി അവിടെ കണ്ടിരിക്കുന്നു, ഇതിലൊക്കെ പിറകെ ആരൊക്കെ എന്തൊക്കെയോ ചരട് വലിക്കുന്നുണ്ട് എന്നൊരു സംശയം എന്നിൽ വന്നിരിക്കുന്നത്. അത് പറയുമ്പോൾ ദാസ് ചോദിക്കും, അതെന്താ രഘു നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം, അല്ല ഈ ഒരു ഇൻഷുറൻസ് പേപ്പർ പഞ്ചരത്നത്തിൽ എത്തുകയും അത് വിനയനുള്ള അതേ സമയം എത്തുകയും അതുമാത്രമല്ല അന്നേ ദിവസം തന്നെ ദയയുടെ മുന്നിൽ നന്ദുവായി വരവും, ഇതൊക്കെ പാടെ കൂടി ആലോചിക്കുമ്പോൾ എനിക്കൊരു ബന്ധുകേട് തോന്നുന്നുണ്ട് എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം ദാസ് പറയും, നിനക്ക് ആരെയാണോ സംശയം, വിനയനാണോ നിനക്ക് സംശയം എന്ന് ചോദിക്കുമ്പോൾ, വിനയനല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല, പക്ഷേ എനിക്കൊരു സംശയം വേറെയും ഒരാൾ ഇതിൽ കിടന്ന് കളിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു പേടിയുണ്ട് എന്ന് പറയട്ടോ. ഇതേ സമയം ആരാണെന്ന് വെളിപ്പെടുത്താതെ അത് വ്യക്തമായി എനിക്ക് പറയാൻ കഴിയില്ല, കറക്റ്റായി തെളിവ് അവർക്ക് നേർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയില്ല, എന്തായാലും ഇതിൻ്റെ പിറകിൽ കളിച്ചവരെ ഒന്ന് കണ്ടെത്തുക തന്നെ വേണം എന്നിങ്ങനെ ദാസിനോട് പറയുമ്പോൾ തീർച്ചയായും അത് വേണമെന്ന് പറയട്ടോ. എന്നാൽ വിനയൻ്റെ കയ്യിലുള്ള ആ ഒരു ഇൻഷുറൻസ് പേപ്പർ എങ്ങനെയെങ്കിലും അത് ഡിലീറ്റ് ചെയ്യാനുള്ള ആ ഒരു പരിപാടി നീ നോക്കണം എന്നിങ്ങനെ രഘുവിനോടും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ വിനയനാണെങ്കിലോ ഇനി ഇത് വെച്ചൊരു കളി കളിക്കാമെന്ന് തന്നെയാണ് വിനയൻ കരുതുന്നത്. കാരണം നല്ല ആളായി അഭിനയിച്ച് ഇനി പതുക്കെ പഞ്ചരത്നത്തിൽ കയറിക്കൂടാ എന്നുള്ള ആ ദുരുദ്ദേശത്തോടു കൂടി വിനയൻ നടക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ സുശീല അങ്ങനെ വിനയ നീ അവിടെ നിന്നേ എന്ന് പറഞ്ഞ് റോഡരികിൽ വെച്ച് സുശീല വിനയനെ കാണുന്നിട്ട. അപ്പോൾ എന്താ ആൻറ്റി, അല്ല ഇപ്പോൾ പഴയതുപോലെ പരാതിയും പരിഭവങ്ങളൊന്നും പറഞ്ഞ് നീ വരുന്നില്ലല്ലോ. എൻ്റെ ആൻറ്റി പഴയതുപോലെ ഒരു പരദൂഷണത്തിനും പരാതിക്കൊന്നും ഞാനില്ല, എനിക്ക് എൻ്റെ ജോലി എൻ്റെ വീട് അങ്ങനെയൊക്കെയായി അങ്ങ് ജീവിച്ചോളാം, അങ്ങനെയൊക്കെ നീ അങ്ങ് ജീവിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത്, അല്ലേ ആ പഞ്ചരത്നത്തിലെ അനന്തമാഷിന് കോടിക്കണക്കിന് പൈസ
പൈസയാണ് കിട്ടിയിരിക്കുന്നത് അത്ര. എന്ത് ആ അനന്ത മാഷിന് കോടിക്കണക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്നും അതിൽ നിന്ന് 25 ലക്ഷം രൂപ സച്ചി സാറിൻ്റെ കടം വീട്ടി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് കേൾക്കുന്ന വിനയന് യാതൊരു കുലുക്കവുമില്ല കേട്ടോ. ഇത് കാണുന്ന സുശീലൊക്കെ ആണെങ്കിലോ ഈശ്വര ഇവരിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതിൻ്റെ പിറകെ പോകുന്നവനാണല്ലോ. എന്നാൽ ഈ സമയം വിനയനെ കുലുക്കുന്ന സുശീലയുടെ ആ വാക്കുകൾ സുശീല അങ്ങ് പറയാനേട്ടാ, എടാ വിനയ നീ ഇങ്ങനെ മിണ്ടാതിരിക്കണ്ട. 25 ലക്ഷം രൂപ രഘുവിന് കൊടുത്തെങ്കിൽ അനന്തം മാഷിൻ്റെ 5 മക്കളിൽ ഒരുത്തൻ തന്നെയാണ്. ഈ 5 മക്കളിൽ കല്യാണം കഴിച്ച ഒരുത്തിയുടെ ഭർത്താവ് തന്നെയാണ്. അതുപോലെ തന്നെ നീയും എൻ്റെ മകനും ഒക്കെ അവിടുത്തെ മരുമക്കളാണ്, അനന്തം മാഷിൻ്റെ മരുമക്കളാണ്. രഘുവിന് ആ 25 ലക്ഷം കൊടുത്തെങ്കിൽ നിങ്ങൾക്കും അയാൾ തരണ്ടേ, നിങ്ങൾക്കും അത് തരണ്ടേ എന്ന് പറയുമ്പോൾ എൻ്റെ ആൻറ്റി ഞാനിപ്പോൾ ഈ ചീരുമായി യാതൊരു ബന്ധമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ടേക്ക് ഈ അവകാശവും പറഞ്ഞു ചെന്നാൽ, എടാ നീ ചീരുമായി ബന്ധമില്ലെങ്കിൽ നീയും ചീരും ബന്ധമൊന്നും ഒഴിഞ്ഞിട്ടില്ലല്ലോ, നിൻ്റെ അവകാശം നിനക്ക് ഏത് സമയം അവിടെ ചോദിക്കാമെന്ന് പറയുമ്പോൾ വിനയനൊരു ലഡു പൊട്ടിയിട്ടോ. വിനയന് അതൊരു ശരിയുണ്ടെന്ന് തോന്നാണ്. അങ്ങനെ വിനയനെ സുശീല തന്നെ വീണ്ടും ഇങ്ങനെ വിനയനെ ഒളിപ്പിച്ചു വെച്ച ആ ഒരു ഇതുണ്ടല്ലോ അത് പുറത്തോട്ട് കൊണ്ടുവരുന്ന ആ ഒരു സീനാണ്. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ദയക്ക് പേടി കൂടി വരികയാണ്. നന്ദു തൻ്റെ മുന്നിലോട്ട് വരുമോ എന്ന പേടിയും ഇനി ശബരി അറിഞ്ഞാൽ തൻ്റെ ജീവിതം തകരുമോ എന്ന പേടിയൊക്കെ ഇങ്ങനെ ദയയുടെ ഉള്ളിൽ വന്നുകൂടാണ് കേട്ടോ. ഇതേ സമയം സുശീലയോട് സുധൻ ചോദിക്കും, എന്തിനാ സുശീലയെ നീ ഇങ്ങനെയൊക്കെ ആ വിനയനോട് പറഞ്ഞത്? അയാൾ ഒരു വട്ടനല്ലേ, അവരുടെ പെരുമാറ്റവും കാട്ടലൊക്കെ കാണുമ്പോൾ അവനോട് പറഞ്ഞെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കുള്ളൂ. എൻ്റെ മകൻ കഴിവ് കെട്ടവനാണ്, എൻ്റെ മകൻ ആരോടും ഒന്നും ചോദിക്കുകയോ ഒന്നുമില്ലല്ലോ, എൻ്റെ 2 മക്കളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഇവനെ ഒന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇവൻ അവിടെ എന്തെങ്കിലും ചെന്ന് പ്രശ്നമുണ്ടാക്കും. അക്കൂട്ടത്തിൽ അനന്തം മാഷ് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീലയുടെ ബുദ്ധി കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ്. അങ്ങനെ ഇനി സുധൻ ഈ മൂർഖപാമ്പിനെ പോലെ ക്ഷമ പറഞ്ഞതുപോലെ അടികിട്ടിയ പാമ്പിനെ പോലെയാണ് സുധൻ എന്ന സത്യം ഇനി സുശീല മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അത് ഷാമു പറയുമ്പോൾ സോന പറയുന്നുണ്ടല്ലോ, അമ്മക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്നു, പക്ഷേ ഇതൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഇവിടെ ബാക്കിൽ കീ കൊടുക്കുന്നത് അത് രവിയാണെന്നുള്ളത് ഇനി ലാസ്റ്റ് അറിയുള്ളൂ കേട്ടോ. രവി എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഒന്നും അറിയാത്തവനെ പോലെ രവി കളിക്കുകയാണ്. കാരണം അവരുടെ വായിൽ നിന്ന് തന്നെ ആ സത്യം അറിയാൻ വേണ്ടി മാത്രമാണ് ഈ കളി രവി കളിക്കുന്നത് കേട്ടോ. ഇതേ സമയം അമ്പിളി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കാണുമ്പോൾ അനുപമ വന്ന് ചോദിക്കുകയാണ്, എന്താ അമ്പിളി ചേച്ചി ഇത്ര വലിയ കാര്യമായി ആലോചിക്കുന്നത്? ആ തമ്പായി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയാണ്, എടി മോളെ ആ നന്ദു എന്ന് പറയുന്നവൻ അയാൾ ആരോ കൊന്നതാണ് എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ ഒരു പേടി വരുന്നു എന്നൊക്കെ ഇങ്ങനെ അനുപമയോട് പറയുമ്പോൾ, എൻ്റെ ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ കുത്തിപ്പൊക്കാൻ നിൽക്കേണ്ട, അതിന് പിറകിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, എൻ്റെ ചേച്ചി ഒന്ന് വായടക്കുന്നുണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ അമ്പിളി പറയാണ്, അമ്പിളിയോട് അത് പറയുമ്പോൾ അമ്പിളി പറയണേ, ഇത് തന്നെയാണ് രഘുവേട്ടനും എന്നോട് പറഞ്ഞത്, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വേണ്ടെന്ന്. അത് തന്നെ അമ്പിളി ചേച്ചി വെറുതെ വായടക്കിയിരുന്നോ, അതിൻ്റെ പിറകിൽ പല പ്രശ്നങ്ങളും നമ്മുടെ വീടിന് തന്നെയാണ് തിരിച്ചടി ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ.